നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ശ്രീനന്ദയ്ക്ക് കണ്ണീരോടെ വിട ചൊല്ലുകയാണ് നാട്. 10:30 വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരെത്തി. ശ്രീനന്ദയുടെ മൃതദേഹം അന്ത്യകർമ്മങ്ങൾക്കായി തിരുവില്ലാമലയിലേക്ക് കൊണ്ടുപോയി. ഐവർ മഠം ശ്മശാനത്തിലാണ് ചടങ്ങുകൾ. ശ്രീനന്ദയുടെ മരണം അപകടത്തിൽപ്പെട്ടാകാമെന്ന് വല്യച്ഛൻ ശശികുമാർ പറഞ്ഞു. കുട്ടി ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നത് കണ്ട് തടഞ്ഞിരുന്നു. ഇവിടെ നിന്നും വീണാകാം അപകടം സംഭവിച്ചതെന്നും മറ്റു ദുരൂഹതകൾ ഇല്ലെന്നാണ് ഇപ്പോൾ കരുതുന്നതെന്നും ശശികുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. അവസാനമായി അത് തന്നെ 5:20 ആണ് ഞാൻ ആ ലൊക്കേഷനിൽ പാസ് ചെയ്യുന്നത്. താഴെ ഈ മറ്റേ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്, വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വ്യൂ പോയിന്റിൽ ഇപ്പോൾ നമ്മൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ലൊക്കേഷനിലെ വ്യൂ പോയിന്റിൽ ഈ കുട്ടി ആ ബാരിക്കേഷന് പുറത്തിറങ്ങിയിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ വഴക്ക് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചകത്ത് കയറ്റി. പിന്നെ അതിനുശേഷം ഈ കുട്ടി അവിടെ മറ്റുള്ളവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക, ഇത് അവരുടെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ താഴെ മുകളിൽ വന്നപ്പോൾ ഈ കുട്ടിയെ കണ്ടില്ല. അപ്പോൾ ഇവരെ കൂടെ പോയി കാണുമെന്ന് വിചാരിച്ചു. അന്ന് ഞങ്ങൾ പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ കുട്ടി അവിടെ ഇല്ല. അപ്പോൾ ചോദിച്ചു പറഞ്ഞാൽ അവൾ മുമ്പേ പോയെന്ന് പറഞ്ഞതിൽ. പക്ഷേ അപ്പോൾ തൊട്ട് ഞങ്ങൾ ഒരുപാട് തിരഞ്ഞു, പക്ഷേ കണ്ടില്ല. മറ്റുള്ളവർ കയറിയപ്പോഴോ അല്ലേ ഞങ്ങൾ വരുന്നതിന് മുമ്പ് കിട്ടിയ ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ ഒരു പക്ഷേ കുട്ടി വീണ്ടും അവിടെ പോയിരിക്കും. കാരണം കുട്ടി അവിടെ നിന്ന് ഡെപ്ത് നോക്കുമായിരുന്നു, അവനെ എത്തി വരേണ്ട ഡെപ്ത് നോക്കുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ കണ്ട് വഴക്ക് പറഞ്ഞ് കുട്ടി കയറ്റിയത്. അവിടെ 2-3 പിന്നെ പരിശോധന നടത്തി. പക്ഷെ അത്രയും താഴത്തേക്ക് ആഴത്തിലുള്ള പരിശോധന നടന്നില്ലായിരുന്നു. ഏറെ അപകട സാധ്യതകൾ നിറഞ്ഞതാണ് ചിക്കമംഗളൂരുവിൽ ശ്രീനന്ദയും കുടുംബവും എത്തിയ ഭാഗം. അപായ സാധ്യത മുന്നറിയിപ്പുകൾ വിനോദസഞ്ചാരികൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ശ്രീനന്ദയുടെ മരണത്തിൽ കർണാടക പോലീസ് അന്വേഷണം തുടരുകയാണ്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് CV അനുമോദും KV ബൈജുവും ചേരുന്നുണ്ട്. ആദ്യം അനുമോദിലേക്കാണ്. അനുമോദ്, ഇന്നലെ ഈ സംഭവം നടന്ന തൊട്ടു പിന്നാലെ കുടുംബം പല ദുരൂഹതകളും ഉന്നയിച്ചിരുന്നു, പല സംശയങ്ങളും ഉന്നയിച്ചിരുന്നു. അതായത് ശ്രീനന്ദയുടെ മരണം ഒരു കൊലപാതകമാകാം, ലഹരി മാഫിയയ്ക്ക് അതിൽ പങ്കുണ്ടാകാം എന്ന് തുടങ്ങിയ ആരോപണമാണ് ഇന്നലെ ഉന്നയിച്ചതെങ്കിൽ ഇന്ന് മറ്റ് ദുരൂഹതകളില്ല, കൊലപാതക സാധ്യത തള്ളുന്നു, സ്വാഭാവികമായ അപകടമാകാം എന്നാണ് വല്യച്ഛൻ ന്യൂസ് 18നോട് പറഞ്ഞത്. അതായത് ഇതിൽ ദുരൂഹതയില്ലെന്ന് കുടുംബം ഉറപ്പിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു കാൽവഴുതി വീണ അപകടത്തിൽപ്പെട്ടതാണോ ഇത്? ആ സമയം മറ്റാരും ശ്രീനന്ദയുടെ അടുത്തുണ്ടായിരുന്നില്ലേ? എന്താണ് സംഭവിച്ചതെന്നാണ് കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നത്. ടോം, ഇന്നലെ ഉച്ചയ്ക്ക് ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വലിയ ഒരു ആശങ്കയായിരുന്നു എല്ലാവരും പങ്കുവച്ചിരുന്നത്. നേരത്തെ ടോം പറഞ്ഞതുപോലെ ലഹരി മാഫിയയുടെ പങ്കും മറ്റാരുടെയെങ്കിലും ഈ കുട്ടിയെ ഉപദ്രവിച്ചതിൻ്റെ സാഹചര്യങ്ങളൊക്കെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക വിവരങ്ങൾ വന്നപ്പോൾ ഇത് അത്തരത്തിൽ അല്ല സംഭവിച്ചിരിക്കുന്നത് എന്നതിന് സൂചനകളാണ് വന്നിരിക്കുന്നത്. അപകട മരണം എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കുട്ടിയുടെ തലയിലേറ്റ ആഴത്തിലുള്ള മുറിവ്, പിന്നെ അതേപോലെ ശരീരത്തിലെ പല എല്ലുകളും പൊട്ടിയിരുന്നു. വസ്ത്രം കീറിപ്പറഞ്ഞത് ഈ മരച്ചില്ലകളിലും ഒക്കെ തട്ടിയാകാം, പാറയിലൂടെ വീണതിൻ്റെ ബാക്കിയാകാം, ശരീരത്തിലെ മുറിവുകൾ, എല്ലിൻ്റെ പൊട്ടൽ എന്നൊക്കെയാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് കുടുംബം ഇക്കാര്യത്തിൽ ഒരു അത് തന്നെ ആകാം മരണം കാരണം എന്ന തരത്തിലേക്ക് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ ശശിധരൻ എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇതൊരു മുൻപ് ഉന്നയിച്ച ആക്ഷേപങ്ങളല്ല, യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്ന് അംഗീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്. ഈ കുട്ടി അപകടം സാധ്യതയുള്ള ഒരു മേഖലയിൽ നിൽക്കുന്നത് ഇയാൾ കണ്ടിരുന്നുവെന്നും കുട്ടിയെ അവിടുന്ന് മാറാൻ പറഞ്ഞ് മാറ്റിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുശേഷമാണ് താഴെ പോയി വന്നപ്പോഴാണ് അതിനിടെയാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒന്നുകിൽ ഈ കുട്ടി അവിടെ നിന്ന് മറ്റുള്ളവർ പോയപ്പോൾ അവരുടെ കൂടെ പോകാതെ ആ കാഴ്ച കണ്ട് നിൽക്കുന്നതിൻ്റെ കാല് തെറ്റി താഴെ വീണതാകാം എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. പക്ഷേ നമ്മളത് പൂർണ്ണമായിട്ടും അങ്ങനെ പറയാൻ കഴിയില്ല. അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആധികാരികമായിട്ടുള്ള പൂർണ്ണ ഫലം, പൂർണ്ണ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങൾ വന്നേക്കും. അപ്പോൾ മാത്രമേ ഇതിലൊരു കൃത്യമായ വ്യക്തത, എപ്പോഴാണ് മരണം സംഭവിച്ചത്, എങ്ങനെയെല്ലാം മുറിവുകളുണ്ടായി, എന്തെങ്കിലും തരത്തിലുള്ള മറ്റുള്ളവർ ഉപദ്രവിച്ചതിൻ്റെതായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പൂർണ്ണമായ ഫലം വരേണ്ടതുണ്ട്. നിലവിൽ പ്രാഥമികമായിട്ട് ഇതൊരു അപകട മരണത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്.
അപകടത്തെ തുടർന്ന് ഒരു ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണതിനെ തുടർന്നുണ്ടായ മുറിവുകളും ഒടിവുകളും ആഴത്തിലുള്ള പരിക്കുകളും ഒക്കെയാണ് നിലവിലെ സാഹചര്യത്തിൽ ശ്രീനന്ദയ്ക്ക് ഏറ്റത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. കുടുംബവും അത് അംഗീകരിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ പോലീസിന് അന്വേഷണം നടക്കട്ടെ, വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്ന തരത്തിൽ തന്നെയാണ് അവരുടെ നിലപാട്. ഇന്ന് രാവിലെയാണ് 10:30യോടെയാണ് ശ്രീനന്ദൻ്റെ മൃതദേഹം കടമ്പഴിപ്പുറത്തെ വീട്ടിലേക്ക് എത്തിച്ചത്. നമ്മൾ അവിടെ വരുന്ന സമയം മുതൽ അവിടേക്ക് വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ശ്രീനന്ദനൊപ്പം പഠിച്ചവരും സുഹൃത്തുക്കളും നാട്ടുകാരും ഇത് കേട്ടറിഞ്ഞവരും ബന്ധുക്കളും ഒക്കെ ആയിട്ട് വലിയൊരു ജനാവലി ശ്രീനന്ദയ്ക്ക് അവസാനമായിട്ട് യാത്രാമൊഴി നൽകാനായിട്ട് അവിടെ എത്തിയിരുന്നു. 2 മണിക്കൂറോളം സമയം വീട്ടിൽ പൊതുദർശനം ഉണ്ടായി. മൃതദേഹം പുറത്ത് കാണിക്കാൻ കഴിയാത്ത അവസ്ഥയിലായതുകൊണ്ട് പെട്ടി തുറക്കാത്ത നിലയിലായിരുന്നു. പെട്ടി തുറന്നിരുന്നില്ല. തുടർന്ന് 12:30യോടെ ഈ അന്ത്യാഞ്ജലി അർപ്പിച്ചതിന് ശേഷം യാത്രാമൊഴി എല്ലാവരും നൽകിയതിന് ശേഷം അന്ത്യകർമ്മങ്ങൾക്കായി തിരുവല്ലാമലയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുകയാണ് കേട്ടോ. യെസ്, അനുമോദ് തുടരുക. KV ബൈജു കൂടി ചേരുന്നുണ്ട്. ബൈജു, ഈ മരണകാരണം തലയുടെ വലത് ഭാഗത്തേറ്റ ഗുരുതര പരിക്കാണെന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ശരീരത്തിലുടനീളം പരിക്കുകളുണ്ട്, അസ്ഥികൾ പൊട്ടിയിട്ടുണ്ട്, പരിക്കുകൾ വീഴ്ചയിൽ സംഭവിച്ചതാണെന്നും മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് മറ്റു ദുരൂഹതകളൊന്നും ഉള്ളതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. ഒരുപക്ഷെ മുകളിൽ നിന്നും ഒരു കാൽ വഴുതി വീണോ മറ്റു അപകടം സംഭവിച്ചോ താഴേക്ക് വീണതാണ് എന്നാണോ പ്രാഥമികമായും മനസ്സിലാക്കാൻ കഴിയുന്നത്? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? ടോമെ, ഈ മാണിക്ധാരയിൽ നിന്നും അല്പസമയം മുമ്പാണ് നമ്മളിപ്പോൾ ചിക്മംഗ്ലൂരിലേക്ക് എത്തിയിരിക്കുന്നത്. ശ്രീനന്ദിയും കുടുംബവും സഞ്ചരിച്ച വഴികളിലൂടെ എല്ലാം നമ്മൾ സഞ്ചരിച്ചു. നേരത്തെ ഉയർന്നു വന്ന ആരോപണമുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ ഗൗരവമായി തന്നെ നമ്മൾ ആ ഒരു സ്ഥലമൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിൽ നിന്നും പോലീസിൽ നിന്നും ലഭിച്ച വിവരമൊക്കെ അടിസ്ഥാനത്തിൽ അനുമോദ് പറഞ്ഞിടത്തേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇതിൽ 2 സാധ്യതകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ സാധ്യത കുടുംബം നേരത്തെ പറഞ്ഞതാണ്. അത് ആരെങ്കിലും ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞതാകാമെന്ന്. പക്ഷേ അത് പൂർണ്ണമായും പോലീസ് തള്ളുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇൻക്വസ്റ്റ് റിപ്പോർട്ടുമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമികമായി നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് ഈ ഒരു മരണകാരണം. അതായത് 1500 അടി താഴ്ചയിലുള്ള കൊക്കയിലേക്കാണ് ശ്രീനന്ദ വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവർ അവസാനമായി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. അതായത് 40ഓളം പേർ അടങ്ങുന്ന സംഘം അവിടെ നിന്നും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. പിന്നീട് ഒരു 500 മീറ്റർ മാത്രമാണ് ഇവരുടെ വാഹനം പാർക്ക് ചെയ്തിടത്തേക്ക് സ്റ്റെപ്പ് കയറി പോകാനുള്ളൂ. അങ്ങനെ ഇവരെല്ലാം അവിടെ പോകുമ്പോൾ ഒരു 5-10 മിനിറ്റിനിടയിലാണ് ശ്രീനന്ദ ഇവരുടെ കൂട്ടത്തിൽ ഇല്ല എന്നിവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പക്ഷേ അനുമോദ് സൂചിപ്പിച്ചത് തന്നെയാണ് കാര്യം. കാൽ വഴുതി ഈ കൊക്കയിലേക്ക്, വലിയ കൊക്കയിലേക്ക് വീണിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ മറ്റൊരു സാധ്യത പോലീസ് പറയുന്നത്, അത് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നാൽ മാത്രമേ അതിന്റെ ആധികാരികത മനസ്സിലാകൂ. ഏതെങ്കിലും തരത്തിൽ ശ്രീനന്ദ ജീവനൊടുക്കുകയോ അങ്ങനെ ഏതെങ്കിലും സാഹചര്യമുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ 2 വശമാണ് ഇപ്പോൾ പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. അതിൽ അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ലഭിക്കും. അതിൽ ഏതെങ്കിലും അതിക്രമം ശ്രീനന്ദ നേരിട്ടിട്ടുണ്ടോ അതാണ് ഏറ്റവും നിർണായകമാവുക. അങ്ങനെ ഇല്ലെങ്കിൽ ഈ ഒരു നിഗമനത്തിലേക്ക് തന്നെ പോലീസ് എത്താനാണ് സാധ്യത. ഇനി മറ്റേതെങ്കിലും കാര്യങ്ങൾ ഇതിലുണ്ടോ എന്നത് കേരള പോലീസ് കൂടി അന്വേഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിലേക്കൊക്കെ ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും കടക്കുക. ഏതായാലും ഈ വഴികളിലെല്ലാം, ഇവർ പോയ വഴികളിലെല്ലാം നമ്മൾ സഞ്ചരിച്ചു. ആ വെള്ളച്ചാട്ടം, വ്യൂ പോയിന്റ്, അവരുടെ കാർ പാർക്ക് ചെയ്ത സ്ഥലം, ഡോഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണം, അങ്ങനെ പോലീസ് തായ മണം പിടിച്ചെത്തിയ ആ കട, അവിടെയെല്ലാം നമ്മൾ സഞ്ചരിച്ചപ്പോഴൊക്കെ നമുക്ക് മനസ്സിലായത് അങ്ങനെ ഒരു 5:30 സമയത്തൊന്നും ഇത്തരത്തിലൊരു അതിക്രമം നടക്കാൻ ഇവിടെ ഒരു സാധ്യതയില്ല എന്ന് തന്നെയാണ്. കാരണം ആ വ്യൂ പോയിന്റിൽ ഒരുപാട് ആളുകൾ, ഇത്തരത്തിൽ മലയാളികളുണ്ട്, അതോടൊപ്പം പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളുണ്ട്. പ്രത്യേകിച്ച് അവധിക്കാലമായതുകൊണ്ട് തന്നെ വലിയ തോതിൽ ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ്. ആളുകളുടെ ഒഴുക്ക് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് വൈകിട്ട് ഈ ഒരു 5:30 എന്ന് പറയുന്ന സമയമൊക്കെ വലിയ തോതിൽ ആളുകൾ എത്തുന്ന ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഈ കുട്ടിയെ ബലമായി കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യുക, അതിക്രമം ചെയ്യുക, അതിന് ഒരു സാധ്യതയും
ആ സ്ഥലത്ത് കാണുന്നില്ല. ഇതിൽ പ്രധാനമായും ഇവരുടെ കൂട്ടം തെറ്റി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കുഴിയിലേക്ക് പതിച്ചതാകാം. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുട്ടി സ്വയം ഈ കുഴി ഇത്തരത്തിൽ ജീവനൊടുക്കിയതാകാം. അങ്ങനെ ഈ രണ്ട് സാധ്യതകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ ഇതിൽ കല്ലിലോ മറ്റോ തട്ടി താഴെ വീഴാനുള്ള ഒരു സാധ്യതയിലേക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോലീസിന്റെ അന്വേഷണം. അങ്ങനെയാണ് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും വലിയ തോതിൽ ഈ ഒരു സംഭവം വലിയ സങ്കട വാർത്തയായിരുന്നു. ഇന്നലെ രാവിലെയാണ് നമ്മൾ ഈ ചിക്മംഗ്ലൂരിലേക്ക് പുറപ്പെട്ടത്. ആ പുറപ്പെടുന്ന വഴിയിൽ തന്നെ ഉച്ചയോടുകൂടി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം ലഭിക്കുന്നു. പിന്നീട് നമ്മൾ ഏതായാലും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് ഇവരുടെ കുടുംബത്തെ കാണാം, ഈ വിഷയത്തിൽ ഇടപെടാം, ഈ ഒരു ദൗത്യത്തിൽ ഏർപ്പെടാം എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ദൂരം ഈ ചിക്മംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ രാത്രിയോടുകൂടി എത്തിയത്. അങ്ങനെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇന്നലെ വളരെ വേഗത്തിൽ തന്നെ 7 മണിക്ക് ആരംഭിച്ച പോസ്റ്റ്മോർട്ടം ഒരു 11 മണിയോടുകൂടി തന്നെ പൂർത്തിയായി. മൃതദേഹം ബന്ധുക്കൾക്ക് ഇന്നലെ തന്നെ രാത്രി വിട്ടു നൽകി. അങ്ങനെയാണ് ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് ഇന്ന് രാവിലെ തന്നെ പാലക്കാടേക്ക് മൃതദേഹം എത്തിക്കാൻ സാധിച്ചത്. എന്തായാലും അത് ആരോഗ്യമന്ത്രി, അതോടൊപ്പം ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി ഇവരുടെ ഇടപെടൽ ഇതിലുണ്ടായിരുന്നു. കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വലിയ തോതിലുള്ള ഒരു സംഘം ഇതിന് രൂപീകരിക്കുകയും വ്യാപകമായ തെരച്ചിൽ നടത്തുകയും അങ്ങനെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും തുടക്കത്തിൽ ബന്ധുക്കൾ അങ്ങനെ ഒരു സംശയം പറഞ്ഞെങ്കിലും നിലവിൽ ആ സംശയത്തിലേക്ക് ഇല്ല, കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും ആ വഴികളെല്ലാം നമ്മൾ സഞ്ചരിച്ചതിൽ നിന്നും നമുക്ക് അസ്വാഭാവികമായി അതിൽ നിന്നും കണ്ടെത്താൻ അവിടെയുള്ള കടകളിലുള്ള ആളുകളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അവരെല്ലാം അങ്ങനെയെങ്കിൽ ഇന്നലെ ഈ കുടുംബം നടത്തിയ പ്രതികരണം ഒരു വൈകാരികമായ പ്രതികരണമായി മാത്രം കണ്ടാൽ മതിയോ? സ്വാഭാവികമായും ഒരു വലിയ ഞെട്ടലായിരുന്നു ആ കുടുംബത്തെ സംബന്ധിച്ച്. 4 ദിവസത്തെ തെരച്ചിൽ നടത്തി മകൾ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത് ജീവനോടെ ശ്രീനന്ദ തിരികെ എത്തിയില്ല. വലിയ കണ്ണീരാണ് ആ കുടുംബത്തിനെ സംബന്ധിച്ച് സമ്മാനിച്ചത്. മാത്രമല്ല ഇതിൻ്റെ നടുക്കം നാട്ടുകാരിൽ ഉൾപ്പെടെ ഉണ്ട്. ഇന്ന് ഈ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയപ്പോൾ, ഈ പെൺകുട്ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയപ്പോൾ നാട്ടുകാരുടെ ഉൾപ്പെടെ പ്രതികരണം എങ്ങനെയാണ്? കുടുംബാംഗങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, മറ്റൊരു ദുരൂഹതയുമില്ല, കാൽവെഴുതി വീണ് അല്ലെങ്കിൽ അപകടം സംഭവിച്ചതാണെന്ന് ഉറപ്പിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ശ്രീനന്ദയെ അലട്ടിയിരുന്നു എന്ന രീതിയിൽ എന്തെങ്കിലും സംശയമുണ്ടോ കുടുംബത്തിന്? കുടുംബം ഇക്കാര്യത്തിൽ നടത്തിയ പ്രതികരണം തികച്ചും വൈകാരികമാണ് എന്ന് തന്നെ വേണം കരുതുവാൻ. കാരണം അവർ ആദ്യം കാണുമ്പോഴത്തെ ഒരവസ്ഥ അത് വെച്ചുകൊണ്ടായിരിക്കാം അവർ അത്തരത്തിൽ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയതെന്ന് വേണം കരുതാൻ. കാരണം മുഖം വളരെ കാണാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു, വസ്ത്രങ്ങൾ കീറി പറഞ്ഞ അവസ്ഥയിൽ. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഒരു വൈകാരികമായ പ്രതികരണം നടത്താനുള്ള സാഹചര്യങ്ങൾ ആ കുട്ടിയുടെ മൃതദേഹം കാണുമ്പോൾ അവർക്ക് അത്തരത്തിലുണ്ടായിരിക്കാം. എന്നാണെങ്കിലും അതിന് മറ്റ് ഏതെങ്കിലും സംശയങ്ങളോ മറ്റേതെങ്കിലും സാഹചര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാനാകില്ല. തികച്ചും വൈകാരികമായിട്ട് ആ ഒരു ഘട്ടത്തിൽ ഏതൊരാളും നടത്തുന്ന തരത്തിലുള്ളൊരു പ്രതികരണമായിട്ട് തന്നെ വേണം അതിനെ കാണുവാൻ. ഇനി അതല്ലാതെ ഒരുപക്ഷെ ഈ നമുക്കറിയാം നമ്മുടെ മക്കളൊക്കെ അത്രമാത്രം പ്രിയപ്പെട്ടവരാണ് നമുക്ക് എല്ലാവർക്കും. സ്വന്തം കുഞ്ഞിനെ എന്ത് സംഭവിച്ചാലും അതിൽ നമ്മൾ കാരണമാണ് അങ്ങനെ ഒരു അപകടം സംഭവിച്ചത് എന്നൊരു കുറ്റബോധം എവിടെയെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മളെ പലപ്പോഴും വേട്ടയാടും. ഈ കുട്ടി തങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണോ ഇങ്ങനെ ഇങ്ങനെ പറ്റിയതെന്നൊരു വിഷമം അവരെ വേട്ടയാടുന്നുണ്ടാകാം. അതിൻ്റെ പുറമെ മറ്റ് വൈകാരികമായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരിക്കാം. എന്താണെങ്കിലും ഈ അച്ഛനോടും അമ്മയോടൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ ഒന്നും സംസാരിക്കാൻ ഈ ഘട്ടത്തിൽ സാധ്യമല്ല എന്നുള്ളതാണ് മാനുഷികമായിട്ടുള്ളൊരു കാര്യം. കുടുംബത്തിൻ്റെ പ്രതികരണമായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള വല്യച്ഛൻ മാത്രമാണ് സംസാരിക്കാൻ തയ്യാറായിട്ടുള്ളതും സംസാരിക്കാൻ കഴിയുന്നൊരു മാനസികാവസ്ഥയിൽ ഇവിടെ ഉണ്ടായിരുന്നതും അദ്ദേഹമാണ്. അതാണെങ്കിലും അവർ നിലവിലെ അവസ്ഥയിൽ ഇതൊരു അപകടം എന്ന തരത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, പോലീസിൻ്റെ അന്വേഷണം നടക്കട്ടെ എന്നൊരു നിലപാടിൽ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന് അപ്പുറത്തേക്ക് ഏതെങ്കിലും സംശയങ്ങൾ ആരും നിലവിൽ പരസ്യമായിട്ട് ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്രമാത്രം മിടുക്കിയായൊരു പെൺകുട്ടിയായിരുന്നു. പഠനത്തിനാണെങ്കിലും പാഠ്യേതര വിഷയങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും സ്കൂളിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട മിടുക്കിയായൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ സംശയത്തിൻ്റെ പേരിൽ നമുക്ക് ഒരിക്കലും പങ്കുവയ്ക്കാൻ കഴിയില്ല. അങ്ങനത്തെ വിവരങ്ങളും നമുക്ക് ഇവിടുന്ന് ലഭ്യമായിട്ടുമില്ല ഈ ഘട്ടം വരേക്കും. യെസ്, KV ബൈജുവിലേക്ക്. ബൈജു, ഇന്നലെ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ആദ്യം ഒരു സംശയം ഉന്നയിച്ചത് ലഹരി മാഫിയയുടെ സാന്നിധ്യമാണ്. കാരണം അത്രയധികം ഈ ചിക്കമംഗളൂർ ഉൾപ്പെടുന്ന വിനോദസഞ്ചാര മേഖലകളിൽ ലഹരി മാഫിയയുടെ വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്.
അതിനുശേഷം കുടുംബം അത്തരമൊരു ആരോപണം ആദ്യം ഉന്നയിച്ചിരുന്നു. മറ്റാരെങ്കിലും മകളെ പിന്തുടർന്നിട്ടുണ്ടാകാം. അതോടൊപ്പം ഈ അപകടം നടന്ന് ആ ഒരു 15 മിനിറ്റിനുള്ളിൽ കുറച്ച് വാഹനങ്ങൾ പുറത്തേക്ക് പോയി, അമിത വേഗത്തിൽ പുറത്തേക്ക് പോയി എന്ന രീതിയിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ കേട്ടതാണ്. പോലീസ് സമീപത്തെ CCTV പരിശോധിച്ചു. അടുത്തുള്ള റിസോർട്ടുകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അങ്ങനെ എന്തെങ്കിലും സംശയമുള്ളതായി ഈ പരിശോധനയിൽ പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? അതോ പോലീസും ഈ കുടുംബം പറയുന്നത് പോലെ ഇതൊരു അപകട മരണമായി കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണോ? ടോമെ, ഈ ഒരു കുടുംബം ആദ്യം നടത്തിയത് വൈകാരിക പ്രതികരണത്തോടൊപ്പം ഇത്തരം സാഹചര്യ തെളിവുകൾ കൂടി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സംശയം പ്രകടിപ്പിച്ചത്. പിന്നീട് പോലീസാണ് ഇതിൽ ഒരു വ്യക്തത കുടുംബത്തിന് നൽകിയത്. അത് നമ്മൾ ആ സമയത്തും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. ചിക്കമംഗളൂരു നോർത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു ഇവരുടെ മൊഴി രേഖപ്പെടുത്തുണ്ടായത്. അച്ഛനെയും അമ്മയും അതോടൊപ്പം ഇവരുടെ ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. പോലീസോട് നമ്മൾ ഇക്കാര്യം സംസാരിച്ചിരുന്നു. ജില്ലാ പോലീസ് മേധാവിയോട് ഉൾപ്പെടെ നമ്മൾ ഇക്കാര്യം വിശദമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് തന്നെയാണ്, ഈ പ്രദേശത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഇവിടെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അവിടെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ കാര്യമായ ആളുകളില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അതോടൊപ്പം 10 കിലോമീറ്റർ അപ്പുറമാണ് പോലീസ് എയ്ഡ് പോസ്റ്റ് ഉള്ളത്. എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ, ഇത്തരത്തിലുള്ളൊരു സംഭവം സംഭവിച്ചാൽ അവിടെ വിവരം അറിയിച്ച് അവിടെ നിന്നും അരമണിക്കൂറോളം സമയമെടുത്താണ് പോലീസ് വന്ന് ഈ ഒരു സഹായം നൽകേണ്ട സാഹചര്യമുള്ളത്. ഇന്നും നമ്മൾ ആ സ്ഥലത്ത് പോയപ്പോൾ നമ്മൾ കണ്ടത് അതാണ്. ഇത് ഇത്തരത്തിൽ വലിയ അപകട സ്ഥലമാണ്. അപകട സ്ഥലത്തൊക്കെ ആളുകൾ സെൽഫിയും എടുക്കാനും മറ്റുമായി അത്തരം ഭാഗങ്ങളിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഇന്ന് കണ്ടു. അത് നിയന്ത്രിക്കാൻ അവിടെ ഒരു സംവിധാനമില്ല. അതുമാത്രമല്ല, ഏതെങ്കിലും അപകടം ഇത്തരത്തിലുള്ളൊരു സാഹചര്യം വന്നാൽ അവിടെ അത് സഹായം തേടാനും ആരുമില്ലാത്തൊരു സാഹചര്യം തന്നെ ഇപ്പോഴും ഉള്ളത്. കുറേ കടകൾ അവിടെ ഉണ്ട്. അവർ അവരുടെ കച്ചവടമായി നടത്തുന്നു. ഇതിന് താഴ്വാരത്തേക്കാണ് ഈ ഒരു വ്യൂ പോയിന്റ് വരുന്നത്. അതിനും കുറച്ചുകൂടി താഴോട്ട് പോകുമ്പോഴാണ് ഈ ഒരു മാണിക്ധാര വെള്ളച്ചാട്ടം വരുന്നത്. അങ്ങനെ ആ ഒരു സ്ഥലം പെട്ടെന്നൊന്നും നമുക്ക് അവിടെ ഇത്തരത്തിൽ ആളുകൾ ഇതിന്റെ മലമുകളിലൊക്കെ കയറിപ്പോയാൽ നമുക്ക് ശ്രദ്ധയിൽപ്പെടില്ല. അവിടുന്ന് ഒന്ന് കാല് തെറ്റിയാൽ ഇതുപോലെ 1500-2000 അടി താഴ്ചയിലെ കൊക്കയാണ്. ആ കൊക്കയിലേക്ക് വീഴുന്ന സാഹചര്യമാണ്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ സാഹചര്യ തെളിവുകൾ, ഇത്തരത്തിൽ സംശയിക്കപ്പെടേണ്ട കുറെ തെളിവുകൾ ഉണ്ടായിരുന്നു. വാഹനം അമിത വേഗതയിൽ പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് പോലീസ് പരിശോധിച്ചു. അത് സ്വാഭാവികം മറ്റേതോ വാഹനമായിരുന്നു കണ്ടെത്തി. പിന്നീട് ഈ ലഹരി മാഫിയൊക്കെ, കാരണം ഇത്തരം കേന്ദ്രങ്ങളിൽ വിനോദസഞ്ചാരികൾ ഒരുപാട് എത്തുന്ന സ്ഥലമാണ്. അവിടെ ലഹരി മാഫിയ, പ്രത്യേകിച്ച് മദ്യം ഒക്കെയുള്ള ഒരു ഒഴുക്ക് അതുണ്ടാകുന്ന സാധാരണയാണ്. അത്തരം പ്രത്യേകിച്ച് കർണാടകയിൽ അതൊരു വിഷയമല്ല. കാരണം ഇത് മദ്യമൊക്കെ യഥേഷ്ടം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് കർണാടക. അങ്ങനെ ലഹരി മാഫിയ ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത്. അത് ഒരു സംശയം ഇവർക്ക് ഉണ്ടായിരുന്നു. അതോടൊപ്പം ഇവർ എവിടെയാണോ അവസാനമായി ഈ കുട്ടിയെ മിസ് ചെയ്യുന്നത്, കാണാതാവുന്നത്, അതിനും വളരെ ദൂരത്ത് നിന്നാണ് ഈ മൃതദേഹം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് ഒരു പക്ഷേ തെന്നി പോയതാണോ അതല്ല ഈ കുട്ടി തന്നെ നടന്ന് വഴിമാറി പോയതാണോ എന്ന് അറിയില്ല. അത് ഏതായാലും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. അതൊരു സംശയം ഇവർ പ്രകടിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഈ ഒരു വസ്ത്രങ്ങളൊക്കെ നേരത്തെ അനുമോദ് പറഞ്ഞതുപോലെ കീറിയ നിലയിലായിരുന്നു. പക്ഷെ അത് മരച്ചില്ലകളിൽ തട്ടി വലിയ താഴ്ചയിലേക്കാണ് ഈ പതിച്ചത്. അപ്പോൾ മരച്ചില്ലകളിലൊക്കെ തട്ടി അങ്ങനെ വസ്ത്രങ്ങൾ കീറിയതാണ് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ, അത് ഇൻക്വസ്റ്റ് നടപടികളിൽ നിന്നും പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചത്. അതോടൊപ്പം ഈ അസ്ഥികളൊക്കെ പൊട്ടിയ നിലയിലായിരുന്നു. വലിയ ഉയരത്തിൽ നിന്നാണ് താഴ്ചയിലേക്ക് പോയത്. ഇനി ഇതിൽ ഈ കുട്ടി എങ്ങനെയാണ് ഈ ഒരു വഴുതി വീണതാണോ അല്ലെ ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് സംബന്ധിച്ച ഒരു സംശയം അത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതല്ലാതെ ആദ്യം ഉന്നയിച്ച ആ ആരോപണം, ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി കുട്ടിയെ ഉപദ്രവിച്ചു എന്ന ആരോപണത്തിൽ വലിയ അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അപ്പോഴും നമ്മൾ പോലീസുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണഫലം വരട്ടെ എന്ന് തന്നെയാണ്. അതിൽ കൃത്യമായി കുട്ടിക്ക് നേരെ എന്തെങ്കിലും അതിക്രമമോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ രേഖപ്പെടുത്തും. അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൂടി ലഭിക്കുന്നതോടെ ഇതിൽ ഒരു വ്യക്തത, പൂർണ്ണമായൊരു വ്യക്തത വരും. എന്തായാലും ഇപ്പോഴും ആ ഒരു എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വന്നാൽ ഒരുപക്ഷെ ഈ മരണത്തിൽ ദുരൂഹത ഒഴിയുമെന്നാണ് KV ബൈജു റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും ദുരൂഹത ഇല്ല എന്ന് കുടുംബം പറയുമ്പോഴും ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. അത് കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ മെഡിക്കൽ കോളേജിൽ BDS വിദ്യാർത്ഥി കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. അധ്യാപകൻ മാനസികമായും ശാരീരികമായും കുട്ടിയെ ഉപദ്രവിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. സമാന സംഭവത്തിൽ സസ്പെൻഷൻ നേരിട്ട വ്യക്തിയാണ് വകുപ്പ് മേധാവിയായ അധ്യാപകനെന്നും നിധിന്റെ മരണത്തിൽ ദുരൂഹത നീക്കണമെന്നുമാണ്
കുടുംബത്തിൻ്റെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ സീനിയർ വിദ്യാർത്ഥികളുടെ പ്രശ്നമായിരുന്നു. ഇവിടെ നിന്ന് കുറേ ഈ ബർമൂഡ പോലെയുള്ള ഐറ്റംസ് അതിനകത്തിടാൻ പോയി, ബനിയന്. പക്ഷെ അതവരവിടെ ആദ്യം ഇടാൻ സമ്മതിച്ചില്ല. അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകും പ്രശ്നമാണ്. അത് പിന്നെ ഊരിച്ച്. പിന്നെ രണ്ടാമത് ഇവിടെ വന്ന് ഫുൾ കൈ ഷർട്ട് ഇട്ടുകൊണ്ട് പോകണം, അങ്ങനെ ഇട്ടുകൊണ്ട് പോയി. പിന്നെ ഈ ഇടയ്ക്ക് അവൻ്റെ മുടി പറ്റ വെട്ടിച്ചെന്ന് അവർ. അല്ലാതെ അതിനകത്ത് കയറാൻ പറ്റൂല. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫസ്റ്റിൽ അവർ അഡ്മിഷൻ ആക്കാൻ പോയപ്പം ഇതിന്റെ ബാഗ് കംപ്ലീറ്റ് കുപ്പിയായിരുന്നു. ബിയർ അടിക്കണേ, മത്തി അടിക്കണേ കുപ്പിയാണ്. അപ്പോഴേപ്പം തന്നെ എന്നോട് പറഞ്ഞു, അച്ഛാ ഇതെന്താ ഇവിടെ ശരിയാകൂലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേറെ സീനിയർ പയ്യന്മാരും ഇവിടെ നിന്ന് പടി എന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. HOD ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവൻ നല്ല പഠിക്കണമെന്ന് ഇദ്ദേഹത്തെ ഇവനെ കണ്ടുകൂടാ. രണ്ടാമെന്ന് പറഞ്ഞാൽ ഇവന് മാർക്കുകൾ കട്ട് ചെയ്തു. പിന്നെ ഇവനെ പുഴുത്ത പട്ടിയെ പോലെയാണ് നിന്നെ കാണുന്നത്. ഞാൻ ഒരാളെ വന്നിട്ടുണ്ട് നേരത്തെ, നിനക്കറിയാടാ. ഞാൻ ഇവിടെ ഉള്ളതല്ല, ഞാൻ തമിഴ്നാടിൽ ഉള്ളതാണ്. മുമ്പ് സസ്പെൻഡൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങേരാ HOD ഇപ്പൊ സസ്പെൻഡിലായിരുന്നു, ഇപ്പോഴും വന്നതേ ഉള്ളൂ. ഉച്ചയ്ക്ക് ഞങ്ങൾ കോള് വിളിച്ച് സംസാരിച്ചു. പൈസ 200 രൂപ ചോദിച്ചു, അത് കൊടുത്തു. അപ്പോഴൊന്നും കുഴപ്പമില്ല. 4 മണിക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തിരുന്നു. 3:30 കോളേജിൽ നിന്ന് ഇറങ്ങും. 6:30 5:30 ആകുമ്പോഴത്തേക്ക് തമ്പാനൂർ, 6:30 ആകുമ്പോൾ ഇവിടെ എത്തും. അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇന്ന് 3:30 ശേഷമാണ് ഞങ്ങൾ അറിയണത്. മരിച്ചെന്ന് അറിഞ്ഞിട്ടില്ല, പിന്നെയാണ് അറിയുന്നത്. ഇത് ചാടിയതാണോ ഇനി തള്ളിയിട്ടതാണോ എന്ന് അറിയത്തില്ല. അയാൾക്ക് സസ്പെൻഷൻ. ഈ കുട്ടികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇയാൾ പെൺകുട്ടികളെ ഉൾപ്പെടെയാണ് ഇയാൾ അത് വൾഗറായിട്ട് വരെ കുട്ടികളെ പറയണം ഓരോ വാക്കുകൾ. മുസ്ലിം കുട്ടികൾ പിന്നെ മോനെ പറയണത് പുഴുത്ത പട്ടിയാണ്. ഇവന്റെ മാർക്കുകളെല്ലാം കട്ടിയേക്കും. പാരന്റ്സ് മീറ്റിങ്ങിന് അമ്മ ഹോസ്പിറ്റലായിരുന്നു. അമ്മ ഇത്രയും നാൾ അച്ഛന് മീറ്റിങ്ങിന് പോകാൻ പറ്റാത്തതുകൊണ്ട് അത് 3 സബ്ജക്റ്റിന്റെ മാർക്ക് ഇവന് കട്ടിയ, C മാർക്കും. അപ്പോഴ് വേറെ കുട്ടികൾക്കൊക്കെ മാർക്കില്ലെങ്കിൽ എഴുതി കൊടുക്കണം. ഇവനെ കൊണ്ടത് എഴുതി വാങ്ങിപ്പിച്ച് ഈ എക്സാമിന്റെ കൂടെ, അതായത് ഇന്നലെ ഒരു എക്സാം ഉണ്ടായിരുന്നു, ഡെന്റൽ അനാട്ടമി. ആ എക്സാം ഇന്നലത്തെ അതിന്റെ കൂടെ. ഇനി ഇതിന്റെ ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രശ്നമാണോ വന്നതെന്നും അറിയത്തില്ല. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സാരംഗ് ഇന്ന് രാവിലെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചതാണ്. ഇന്നലെയാണ് ഈ നിധിൻ രാജ് കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചത്. ഒരു ആത്മഹത്യ എന്ന രീതിയിലാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. പക്ഷെ കുടുംബം ആരോപണം ഉന്നയിക്കുന്നു. വകുപ്പ് മേധാവിയായിട്ടുള്ള അധ്യാപകനെതിരെയാണ് ആരോപണം. എന്താണ് അത്? ആത്മഹത്യയാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? കുടുംബം പറയുന്നത് എന്താണ്? ടോം, കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു അപകടത്തിൽ, അതായത് നിതിൻ രാജ് ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൻ്റെ ആശുപത്രി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ചാടുന്നത്. അത് ആത്മഹത്യ എന്ന് തന്നെയാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. പക്ഷേ കുടുംബത്തിൻ്റെ ആരോപണം ഇന്ന് പുറത്തു വന്നതോടുകൂടി അതിൽ കൂടുതൽ ഗുരുതരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നൊരു തരത്തിലുള്ള പല ആരോപണങ്ങളും പുറത്തു വരുന്നു. അതായത് ഇതിനു മുൻപ് കഴിഞ്ഞ വർഷമാണ് നിതിൻ രാജ് ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത്. ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. ഈ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ഇവിടെ നിന്നും വലിയ രീതിയിലുള്ള, അതായത് ഈ വകുപ്പ് മേധാവി ആയിക്കോട്ടെ മറ്റ് പല അധ്യാപകരായിക്കോട്ടെ അവരുടെ ഭാഗത്തുനിന്നടക്കം വലിയ രീതിയിലുള്ള മാനസിക പീഡനം ഈ കുട്ടി അനുഭവിച്ചിരുന്നു. ഒപ്പം തന്നെ സ്റ്റാഫുകളടക്കം ഈ ഒരു മൊത്തത്തിൽ, അതായത് നിതിൻ രാജ് എന്ന രീതിയിൽ മാത്രമല്ല അവിടെ പൊതുവെ പഠിക്കുന്ന ഡെന്റൽ കോളേജിൽ പഠിക്കുന്ന BDS ആയിക്കോട്ടെ മറ്റ് കോഴ്സുകളായിക്കോട്ടെ ഇവരെ സാധാരണ രീതിയിൽ സീനിയേഴ്സാണ് റാഗ് ചെയ്യുന്ന പരാതികളും മറ്റും വരാറെങ്കിൽ ഇവിടെ നേരെ മറിച്ചാണ്. കാരണം അധ്യാപകരും സ്റ്റാഫുകളുമാണ് കുട്ടികളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നത്. അവരെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പരാതികളിൽ വ്യക്തമാകുന്നത്. നമുക്ക് മറ്റ് പല സോഷ്യൽ മീഡിയ, ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം അടക്കം പല സമൂഹ മാധ്യമങ്ങളിലും ചിലർ തുറന്നു പറച്ചിലടക്കം നടത്തിയിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പലരും നേരിടുന്നുണ്ട്. ഇപ്പോഴും അവിടെ പഠിക്കുന്ന കുട്ടികളും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന്. എന്തുതന്നെയായാലും ഈ ഒരു നിതിൻ രാജിന്റെ വിഷയം, അതിൽ വലിയ രീതിയിലുള്ള ആരോപണം വകുപ്പ് മേധാവിക്കെതിരെയാണ് ഉയർന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ പിതാവിൻ്റെ അടക്കം ഇതിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുഴുത്ത പട്ടി എന്ന രീതിയിൽ ആ കുട്ടിയെ വിശേഷിപ്പിക്കുന്നു. ഒപ്പം ഈ ഒരു മാർക്കടക്കം അനാവശ്യമായി കുറക്കുന്നു, വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു. അതിനൊപ്പം തന്നെ സീനിയേഴ്സിൻ്റെ റാഗിങ്ങിൻ്റെ പ്രശ്നം പറയുന്നുണ്ടെങ്കിൽ പോലും മരണത്തിലേക്ക് എത്തിക്കാനുള്ള കാരണം ഒരുപക്ഷെ ഈ ഒരു അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മാനസിക സമ്മർദ്ദമാകാമെന്നാണ് കുടുംബം പറയുന്നത്. മാത്രമല്ല വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മകൻ അനുഭവിച്ചതിനെ തുടർന്ന് വീട്ടിലേക്ക് വന്ന് 1 മാസത്തോളം പഠിക്കാൻ പോകുന്നില്ല എന്ന് നിതിൻ പറഞ്ഞിരുന്നു. പിന്നീട് മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു പിന്നീട് തിരിച്ചു പോയത്. ഇതിൽ ഏറ്റവും ദാരുണമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്നലെ വൈകുന്നേരം കണ്ണൂരിൽ നിന്നും ട്രെയിനിൽ കയറി ഇന്ന് രാവിലെ വീട്ടിൽ
എത്തേണ്ട നിതിനാണ് ഇപ്പോൾ ആശുപത്രിയിലെ മോർച്ചറിയിൽ കിടക്കുന്നത് എന്നൊരു ദാരുണമായ ഒരു സംഭവം കൂടി ഇതിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം ടിക്കറ്റ് അടക്കമെടുത്ത് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ വീട്ടുകാരോടൊപ്പം സംസാരിച്ച നിതിൻ ഇത്ര പെട്ടെന്ന് ഒരു മനമാറ്റം ഉണ്ടായി മരണത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ട്, അങ്ങനെ നടക്കാൻ മാത്രം എന്ത് സംഭവമാണ് നിതിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെന്നടക്കമുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ഇതിൽ കുടുംബം അവിടെ കണ്ണൂർ എത്തിയിട്ടേ ഉള്ളൂ. അവരുടെ സമ്മതപത്രം അനുസരിച്ച് ഇൻക്വസ്റ്റ് നടപടികളും ഒപ്പം പോസ്റ്റ്മോർട്ടം അടക്കം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഇവിടെ ആര്യനാട് ഇവിടെയുള്ള പോലീസ് സ്റ്റേഷനിലും ഇപ്പോൾ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കോളേജിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പല വീഴ്ചകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടും പിന്നെ ഇതൊരു അസ്വാഭാവിക മരണമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും പരാതി നൽകിയിട്ടുണ്ട്. എന്തുതന്നെയാലും പോലീസിന്റെയും ഒപ്പം തന്നെ അധികാരികളുടെയും അന്വേഷണത്തിൽ കൂടുതൽ പശ്ചാത്തലം ഈ അധ്യാപകൻ നേരത്തെ സമാനമായ ആരോപണം നേരിട്ട വ്യക്തിയാണ്, സസ്പെൻഷൻ നേരിട്ട വ്യക്തിയാണ്. ഈ നിധിൻ കുടുംബത്തോട് ഏതെങ്കിലും പരാതി പറഞ്ഞിരുന്നോ? ഈ അധ്യാപകനെ കുറിച്ച് പരാതി പറഞ്ഞിരുന്നോ? മാനസികമായ ശാരീരികമായ ചൂഷണങ്ങളെക്കുറിച്ച് മാത്രമല്ല, അങ്ങനെയെങ്കിൽ സഹപാഠികളുടെ കോളേജ് അധികൃതരടക്കം മൊഴിയെടുക്കേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതല്ലേ പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? തീർച്ചയായും ഉണ്ടാവും. കാരണം ഇതിൽ നമ്മോട് സംസാരിച്ച് തൊട്ട് മുൻപ് നമ്മൾ കണ്ടത് നിതിൻ്റെ സഹോദരിയാണ്. സഹോദരിയോട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞിരുന്നു എന്നാണ് അവർ പറയുന്നത്. പലതവണ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോളേജിൽ നിന്ന്. അത് നിതിന് മാത്രമല്ല അവിടെ പഠിക്കുന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥികളും നേരിടുന്ന പ്രശ്നമാണെന്നാണ് ഈ സഹോദരി അടക്കം നമ്മോട് പ്രതികരിച്ചത്. മാത്രമല്ല ഇതിൽ എങ്ങനെയാണ് ഒരു മരണത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത ഇനിയും വന്നിട്ടില്ല. അത് വരണമെങ്കിൽ കൃത്യമായ അന്വേഷണം വേണം. മാത്രമല്ല ഇതിനു മുൻപ് ഇത്തരത്തിലൊരു വകുപ്പ് മേധാവി നിതിനെ വളരെ മോശമായ രീതിയിൽ പെരുമാറിയപ്പോൾ പ്രിൻസിപ്പാളിന് പരാതി നൽകുകയും പ്രിൻസിപ്പാൾ അതിൽ ഇടപെടുകയും ചെയ്തു എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ അതിലൊന്നും ഈ ഒരു പ്രശ്നം അവസാനിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇങ്ങനെ വീണ്ടും ഇത്രയും കടുത്ത തീരുമാനമെടുക്കാൻ നിതിൻ തീരുമാനിക്കില്ലായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ ഒപ്പം തന്നെ സീനിയേഴ്സുമായി ബന്ധപ്പെട്ട ചില റാഗിങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതും എല്ലാ കാര്യങ്ങളും വീട്ടിൽ അറിയിക്കുന്ന കുട്ടിയായിരുന്നു നിതിൻ. പക്ഷേ അതും അറിയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട അല്ല ഈ ഒരു സംഭവം എന്നാണ് കുടുംബം പറയുന്നത്. കാരണം നമുക്കറിയാം സീനിയേഴ്സ് റാഗ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള അധികാരികൾ റാഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോർണർ ചെയ്ത് അവരെ വലിയ രീതിയിൽ ഉപദ്രവിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് കടക്കാൻ അല്ലെങ്കിൽ അത് മറികടക്കാനുള്ള ഒരു സാഹചര്യം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവണമെന്നില്ല. കാരണം ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. അവിടുത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു കൊമ്പുകോർക്കൽ ഉണ്ടാകുമ്പോൾ അതിലെപ്പോഴും വിദ്യാർത്ഥികളാണ് ഇരയാക്കപ്പെടുന്നതടക്കം. അങ്ങനെ ഒരു ഇരയായിട്ടാണ് ഇപ്പോൾ നിതിൻ ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇതിൽ ഇനിയിപ്പോൾ പോലീസിന്റെ അന്വേഷണം ആശുപത്രിയിലെ അടക്കം വ്യാപിപ്പിക്കേണ്ടി വരും. എന്താണ് ആ സമയത്ത് ഉണ്ടായത്? ഇപ്പോൾ സഹോദരി പ്രതികരിച്ചിരുന്നു. ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട പെട്ടെന്നുണ്ടായ മാനസികാഘാതമാണോ പെട്ടെന്ന് ഈ ഒരു തീരുമാനമെടുക്കാൻ കാരണം എന്നടക്കം അറിയില്ല. പക്ഷെ എന്തു തന്നെയായാലും നിതിൻ അവിടെ വെച്ച് ഈ ഒരു പ്രശ്നം നേരിട്ടിരുന്നു. അതായത് അതായത് അധ്യാപകരായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നും മാനസികവും ശാരീരികവുമായിട്ടുള്ള അധിക്ഷേപം നേരിട്ടിരുന്നു എന്ന കാര്യം തീർച്ചയാണ്. പക്ഷെ അത് മരണത്തിലേക്ക് എത്താനുള്ള കാരണമായിരുന്നോ എന്ന കാര്യത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ കേട്ടോ. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥിയെ ഇന്നലെയാണ് കെട്ടിടത്തിൽ നിന്ന് ചാടി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. കോളേജിലെ വകുപ്പ് മേധാവിയായിട്ടുള്ള അധ്യാപകനെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം. BJP പ്രവർത്തകയെ ഫോണിൽ വിളിച്ച് ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയതായി പരാതി. വാർത്തയിലേക്ക് എത്താം. ഇവിടുത്തെ മാർക്സിസ്റ്റ് എത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയല്ലടി ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനിറക്കിയത്. ഞാൻ അറിയണ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ വ്യക്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. എവിടെ വിട്ടിട്ടുള്ളത്? കാറിലല്ലടി അവള് വന്നത്. എവിടെ? എന്റെ ശോഭ ഈ കോടതി കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പാർട്ടിക്കകത്ത് നിന്ന് നിങ്ങൾക്കെതിരെ ഞാൻ എന്തായാലും സ്റ്റേറ്റ് പ്രസിഡന്റ് പരാതി കൊടുക്കുന്നുണ്ട്. ശോഭ അവിടെ വന്ന ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്, അടിച്ചു തൊളികളയുമെന്ന്. BJP പ്രവർത്തകയെ ഫോണിൽ വിളിച്ച് ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ കേട്ടത്. ആലപ്പുഴ നോർത്ത് മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു വിനയകുമാറാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പണം നൽകിയതിന് പിന്നിൽ ബിന്ദുവാണെന്നും ശോഭ ടെലിഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ശരണ്യ, ഈ സംഭവങ്ങൾക്ക് ശേഷം, അതായത് ഈ നോട്ട് വിവാദത്തിന് ശേഷമാണ് ശോഭാ സുരേന്ദ്രൻ ബിന്ദുവിനെ ഫോണിൽ വിളിക്കുന്നത്. ബിന്ദുവാണ് ഈ പാലക്കാട് പണം നൽകിയതെന്ന ആരോപണം ഉന്നയിക്കുന്നു. അത്
ഏത് സാഹചര്യത്തിലാണ് അത്തരം ഒരു ഫോൺ സംഭാഷണം ഇവിടെ ഉണ്ടായിരിക്കുന്നത്? മാത്രമല്ല അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, കോടതി കയറ്റുമെന്ന് പറയുന്നുണ്ട്. മറ്റെന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നമാണോ ഇതിന് പിന്നിൽ? ടോമെ, ആലപ്പുഴയിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വന്ന ഘട്ടത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ശോഭയ്ക്കും ഒപ്പം തന്നെ ബിന്ദുവിനും ഇടയിൽ നിലകൊള്ളുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് പണം നൽകിയതടക്കമുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ബിന്ദു ശോഭാ സുരേന്ദ്രനെതിരെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടുന്നത്. ഇവരെ നേരത്തെ BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഈ ബിന്ദു എന്നാൾ. അവര് നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി വന്ന ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗത്തെ, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി തങ്ങളടക്കമുള്ള സാധാരണ പ്രവർത്തകരെ അവർ ഒതുക്കി തീർത്തു എന്നുള്ളൊരു കാര്യങ്ങൾ കൂടി അവരെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ശോഭാ സുരേന്ദ്രനെതിരെ ഗുരുതരമായ പല ആരോപണങ്ങളും അവർ ഉന്നയിച്ചു. ശോഭാ സുരേന്ദ്രന്റെ നോമിനിയായാണ് അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ഇഷ്ടക്കാരനാണ്. അതിനോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട നിരാഹാര സമരം കിടക്കുന്ന സമയത്ത് അവർക്ക് അതിരാവിലെ പ്രോട്ടീൻ പൗഡർ കലക്കിയതായിരുന്നു രാവിലെ അവർക്ക് സമരവേദിയിൽ എത്തിച്ച് നൽകിയിരുന്നത്. അതിരാവിലെ അത് കഴിച്ചാണ് അവർ അവിടെ നിരാഹാര സമരം എന്ന പേരിൽ കിടന്നതെന്നടക്കമുള്ള ആക്ഷേപങ്ങൾ നിറഞ്ഞതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. പല ശോഭയുടെ സ്വാർത്ഥ താല്പര്യം കൊണ്ട് ആലപ്പുഴയിലെ BJP പ്രവർത്തകരെ പലരെയും ശോഭ കൈകാര്യം ചെയ്തു എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ ശ്രദ്ധയിൽപ്പെട്ട ശോഭാ സുരേന്ദ്രൻ ഇവരെ ഫോണിൽ വിളിക്കുകയായിരുന്നു. തുടർന്നാണ് ഇരുവരും തമ്മിലുള്ള സംഭാഷണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ ശോഭാ സുരേന്ദ്രൻ അങ്ങേയറ്റം മോശമായി സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പുറത്ത് വിട്ടേക്കുന്ന ഭാഗങ്ങളല്ല, അതിനപ്പുറത്തേക്ക് ആ ഫോൺ കോളിൻ്റെ പലയിടങ്ങളിലും വളരെ മോശമായ രീതിയിൽ ഇവർ സംസാരിക്കുന്നുണ്ട്. ഒപ്പം ശോഭയുടെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന പെൺകുട്ടിയടക്കം ചിലരിൽ നിന്ന് മോശമായ പെരുമാറ്റം തെരഞ്ഞെടുപ്പിന് ആലപ്പുഴയിൽ പ്രവർത്തിച്ചിരുന്ന പെൺകുട്ടിയടക്കം മോശമായ ചില അനുഭവങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ പോലും ശോഭാ സുരേന്ദ്രൻ അത് മറച്ചു വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയി, അല്ലെങ്കിൽ ആ പ്രതിയാക്കപ്പെട്ട അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടവരുടെ ഒപ്പം നിന്ന കാര്യങ്ങൾ വെച്ചു ആ പെൺകുട്ടികൾക്ക് പോലും നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. നിങ്ങൾ എങ്ങനെയാണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അതിന് ഉന്നയിച്ചിരുന്നത്. പിന്നാലെ ശോഭ വിളിക്കുന്നു. ശോഭ ഭീഷണിയുടെ സ്വരത്തിലാണ് ഇവരുമായി സംസാരം ഉണ്ടാകുന്നത്. മാത്രമല്ല ഈ സംസാരത്തിനിടയിൽ ഇവരെ കൈകാര്യം ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമായി ശോഭാ സുരേന്ദ്രൻ അവരോട് പറയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ശബ്ദ സംഭാഷണം ശോഭയുടേതാണെന്ന് അവർ ആരോപിക്കുന്നു. അവർ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങൾക്കടക്കം ഈ ഓഡിയോ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പരാതി നൽകും എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുമുള്ളത്, ഈ ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ. ഇതിൽ മറ്റൊന്ന്, പാലക്കാടത്തെ പണവിവാദവുമായി ബന്ധപ്പെട്ട്, അതായത് വോട്ടർക്ക് പണം നൽകിയ സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നിൽ പ്രവർത്തിച്ചത് ഇവരാണ് എന്നുള്ളൊരു സംശയം ശോഭാ സുരേന്ദ്രന് ഉണ്ട് എന്നുള്ളതാണ് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് പാലക്കാട് പണം കൊടുത്ത സ്ത്രീ ആലപ്പുഴയിൽ നിന്ന് ഇവർ അയച്ചതാണ് എന്നുള്ള, ആലപ്പുഴ രജിസ്ട്രേഷൻ കാറിലാണ് അവർ വന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ശോഭയെ ബോധപൂർവം അകപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ശോഭാ സുരേന്ദ്രൻ ഇതിനകത്ത് ഉന്നയിക്കുന്നുണ്ട്. കോടതി നിയമപരമായി ഇവർക്കെതിരെ നീങ്ങുമെന്നും അതോടൊപ്പം തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് പരാതി നൽകുമെന്നും പറയുന്നു. എന്തായാലും വളരെ മോശം സംഭാഷണം, വളരെ BJPയിലെ നേതാക്കന്മാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ, അതിലെ പ്രവർത്തകമാരുമായിട്ടുള്ള അനാശാസ്യ ബന്ധമടക്കമുള്ള ആരോപണങ്ങൾ ഒരു ജനപ്രതിനിധിയായി മത്സരിക്കുന്ന ഒരാൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെ മോശം, പുറത്തുവിടാൻ കഴിയാത്ത രീതിയിലുള്ള സംഭാഷണമായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആ സ്ത്രീയുമായി. അതായത് ശരണ്യ, ശോഭാ സുരേന്ദ്രനെതിരെ ഉയർന്നു വന്ന ആരോപണം ബിന്ദുവിൻ്റെ മേൽ കെട്ടിവെക്കാനുള്ളൊരു നീക്കമാണോ? കാരണം നമുക്കറിയാം അത് പണം മാത്രമല്ല നൽകിയത്, സാരി നൽകിയിട്ടുണ്ട്, മറ്റ് കിറ്റ് വിവാദം ഉൾപ്പെടെ BJPക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അവിടെ എന്തിനാണ് ഈ ശോഭാ സുരേന്ദ്രനെ വ്യക്തിഹത്യ ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കുക, തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കുക, അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി ഈ ആലപ്പുഴയിൽ നിന്നും ബിന്ദുവിന് ഈ പാലക്കാട് എത്തേണ്ട ഒരു സാഹചര്യമുണ്ടോ? അത്ര ഒരു വ്യക്തിപരമായ വൈരാഗ്യം, വിരോധം തീർക്കാൻ വേണ്ടി എത്തിയതാണ്, ബിന്ദുവോടെ എത്തിയതാണെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപണം ഉന്നയിക്കുന്നതിൻ്റെ ഒരു വസ്തുത എന്തായിരിക്കും? അതിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കും?
ടോമേ, ഇത് ബിന്ദു എത്തിയെന്നുള്ളതല്ല അവർ പറയുന്നത്. ബിന്ദു മറ്റൊരു സ്ത്രീയെ പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് ഇവരെ ആരോപിക്കുന്നത്. അതായത് ആലപ്പുഴ രജിസ്ട്രേഷൻ കാറിൽ മറ്റൊരു സ്ത്രീയെ ബിന്ദു ശോഭാ സുരേന്ദ്രനെ കൊടുക്കാനായി പറഞ്ഞയച്ചു എന്നുള്ള രീതിയിലാണ് ശോഭാ സുരേന്ദ്രൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവര് പറയുന്നത് തന്നെ ബോധപൂർവം ചതിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന ബിന്ദുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ അവര് അങ്ങനെയല്ല. അവരുടെ പ്രാദേശികമായി ഒരു പാർട്ടി പ്രവർത്തനം നടത്തുന്ന സ്ത്രീയാണ്. അവരെ പിന്നീട് ശോഭാ സുരേന്ദ്രന്റെ ഇടപെടൽ മൂലമാണെന്ന് അവർ ആരോപിക്കുന്നു. അവരെ പാർട്ടിയുടെ ആ നേതൃസ്ഥാനത്ത് നിന്നൊക്കെ മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ അതിന്റെ ഈ ഉണ്ടായ സംഭവങ്ങളുടെ എല്ലാം പിന്നാലെയാണ് അവര് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ പച്ചവെള്ളം ചവച്ചിറക്കുന്ന ആളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. അത്തരത്തിൽ ശോഭയെ അവർ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന പോസ്റ്റാണ് അവരുടെ ഭാഗത്തു നിന്ന് ഈ പണവിവാദം അടക്കമുള്ള കാര്യങ്ങൾ വന്ന സമയത്ത് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ അവരെ വിളിച്ച് തിരിച്ച് ഈ പാലക്കാട് എത്തിയ സ്ത്രീ ഉൾപ്പെടെ അവരെ ഉൾപ്പെടെ വിട്ടത് ഈ ബിന്ദുവിന്റെ ഒരു ആലോചന പ്രകാരമാണ് എന്നുള്ള രീതിയിലുള്ള ആരോപണം വരുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾക്ക് കേൾക്കാൻ അല്ലെങ്കിൽ പുറത്തേക്ക് പറയാൻ കഴിയാത്ത രീതിയിൽ അത്ര മോശമായാണ് ഇവരൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഒരു വനിതാ പ്രവർത്തക കൂടിയായ മറ്റൊരു സ്ത്രീയോട് ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. അതിനോടൊപ്പം അവരുടെ ആർഗ്യുമെന്റ്സ് ജയിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം അസഭ്യകരമായ അനാശാസ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മറ്റു സ്ത്രീയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് സംസാരിക്കുന്നു. അവർ അങ്ങനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ അപ്പുറത്തെ സൈഡിലുള്ളത് BJPയുടെ പ്രധാനപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ചുമതലയുള്ള നേതാക്കന്മാരുടെ പേരാണ് മറ്റു സ്ത്രീയുമായി കണക്ട് ചെയ്ത് ഇവർ പറയുന്നത് എന്നുള്ളതാണ്. അത്ര നിലവാരം കുറഞ്ഞ സംഭാഷണമാണ് ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ ആണ് ഇത് സംസാരിച്ചത് എന്ന് വ്യക്തമാക്കുന്നത് ആരോപിക്കുന്നത് ഈ ബിന്ദുവാണ്. ഇനി ഒരുപക്ഷെ ഈ വീഡിയോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇതിനു മുൻപും ശോഭാ സുരേന്ദ്രനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ദല്ലാൽ നന്ദകുമാറാണ് ഇതിനു മുൻപ് ഒരു ആരോപണം ഉന്നയിച്ചത്. ദല്ലാൽ നന്ദകുമാറിന് ശോഭാ സുരേന്ദ്രൻ പണം നൽകാനുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള പല ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇത് ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയിരുന്നു. ശോഭാ സുരേന്ദ്രൻ 10 ലക്ഷം രൂപ മടക്കി നൽകിയെന്നാണ് ദല്ലാൽ നന്ദകുമാർ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപാണ് പണം തിരികെ കിട്ടിയതെന്നും നന്ദകുമാർ പറഞ്ഞു. ഏപ്രിൽ 7-ന് പണം അക്കൗണ്ടിലേക്ക് ഇട്ടു. ഹരിമേനോൻ എന്ന ആളുടെ അക്കൗണ്ടിൽ നിന്നാണ് 10 ലക്ഷം അയച്ചതെന്നും നന്ദകുമാർ വെളിപ്പെടുത്തി. ആദ്യം മീഡിയേറ്ററിനെ വിളിച്ചു, 3-4 തവണ എന്നെ വിളിച്ചു. വന്നില്ല, ഞാൻ ഡൽഹിയിലായിരുന്നു. എന്നോട് ചോദിച്ചാൽ പണം തിരിച്ചു തരാം, ഏത് അക്കൗണ്ടിൽ അടക്കേണ്ടത്. ഞാൻ കൊടുത്ത അക്കൗണ്ട്, ഞാൻ എൻ്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ശോഭാ സുരേന്ദ്രന്റെ SBI അക്കൗണ്ടിലേക്ക് 10 ലക്ഷം കൊടുത്തത്. അതേ അക്കൗണ്ടിൽ നിന്ന് തന്നെ എനിക്ക് തിരിച്ചു തരാൻ പറഞ്ഞു. അതേ അക്കൗണ്ട് തന്നെ കൊടുത്തു. അക്കൗണ്ട് എൻ്റെ ഇന്ന് വാട്സപ്പ് ചെയ്ത് വാങ്ങിച്ചു. അക്കൗണ്ട് വാട്സപ്പ് ചെയ്തതിന് മേടിച്ചതിന് ശേഷം ഞാനൊരു ഫോളോ അപ്പ് നടത്തിയില്ല. എന്നെ വിളിച്ചു പറഞ്ഞു ആ പണം തിരിച്ചയക്കുകയാണെന്ന് പറഞ്ഞു. ഒരു ഹരിമേനോൻ എന്ന പേരിൽ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് എൻ്റെ 10 ലക്ഷം രൂപ തിരിച്ചും തന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ദല്ലാൽ നന്ദകുമാർ നേരത്തെ ശോഭാ സുരേന്ദ്രനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ ശോഭാ സുരേന്ദ്രൻ അന്ന് വാങ്ങിയായ ആ പണം 10 ലക്ഷം രൂപ മടക്കി നൽകിയെന്ന് പറയുന്നു. എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? ടോം, നേരത്തെ CPM നേതാവ് EP ജയരാജൻ BJP പ്രവേശനത്തിന് ചർച്ചകൾ നടത്തിയെന്നുള്ള വിവാദ വെളിപ്പെടുത്തലായിരുന്നു ശോഭ നടത്തിയത്. ആ സമയത്താണ് ദല്ലാൽ നന്ദകുമാർ തൻ്റെ കയ്യിൽ നിന്നും ഭൂമി ഇടപാടിനായി ശോഭാ സുരേന്ദ്രൻ 10 ലക്ഷം രൂപ വാങ്ങിയിരുന്നു എന്ന് പറഞ്ഞിരുന്ന ഒരു ആരോപണവുമായി മുന്നോട്ടെത്തിയത് ആ സമയത്തായിരുന്നു. പക്ഷേ പിന്നീട് ശോഭാ സുരേന്ദ്രൻ അത് നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. താൻ അവരുടെ കയ്യിൽ നിന്ന് പണമൊന്നും വാങ്ങിയിട്ടില്ല എന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആദ്യഘട്ടത്തിൽ അത് നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷെ പിന്നീട് ദല്ലാൽ നന്ദകുമാറുമായി ഭൂമി ഇടപാടിനായി താൻ 10 ലക്ഷം രൂപ വാങ്ങിയെന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ സമ്മതിക്കുന്ന സാഹചര്യമുണ്ടായി. അതേസമയം ദല്ലാൽ നന്ദകുമാർ ഈ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കരാർ ലംഘിച്ചത് കൊണ്ടാണ് ആ പണം തിരികെ നൽകാത്തത് എന്നുള്ള ഒരു നിലപാടിലായിരുന്നു ഇരിക്കുന്നത്. പക്ഷേ ഇത്ര കാലത്തിനൊടുവിൽ ശോഭാ സുരേന്ദ്രനെതിരെയുള്ള, അതായത് വോട്ടുമായി ബന്ധപ്പെട്ടുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള വിവാദ വാർത്തകളും വെളിപ്പെടുത്തലുകളും പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപ് തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 10 ലക്ഷം രൂപ മടക്കി നൽകിയെന്നാണ് ഇന്ന് രാവിലെ ദല്ലാൽ നന്ദകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. 10 ലക്ഷം രൂപ
ഭൂമി ഇടപാടിനായി വാങ്ങിയതാണ്. അതേസമയം ഹരിമേനോൻ എന്ന് പറയുന്ന ഒരാളുടെ അക്കൗണ്ടിൽ നിന്നും ആണ് തനിക്ക് പണം തിരിച്ചു നൽകിയത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 2 ദിവസം മുൻപാണ് പണം തിരികെ നൽകിയത്. തന്നെ വിളിച്ച് ഏത് അക്കൗണ്ടിലേക്കാണ് പണം നൽകേണ്ടത് എന്ന് ശോഭാ സുരേന്ദ്രൻ ചോദിച്ച ശേഷമാണ് പണം നൽകിയത്. പക്ഷേ ഇത്ര കാലം ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിൽക്കുമ്പോഴും താൻ നിരന്തരം പണം ആവശ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലും ശോഭാ സുരേന്ദ്രൻ പണം തിരികെ നൽകിയിരുന്നില്ല. അതേസമയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫണ്ട് കയ്യിൽ എത്തിയിട്ടുണ്ടാകാം. അല്ലാതെ അടിയന്തരമായി ഇത്രയധികം പണം എവിടുന്നാണ് അറേഞ്ച് ചെയ്യുക എന്നുള്ള കാര്യവും ദല്ലാൽ നന്ദകുമാർ ചോദിക്കുകയുണ്ടായിരുന്നു. എന്തായാലും നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സമയങ്ങളിലാണ് ഇത്തരത്തിലൊരു വലിയ വിവാദവുമായി ദല്ലാൽ നന്ദകുമാർ ശോഭാ സുരേന്ദ്രൻ പണം കൈപ്പറ്റി എന്നുള്ള വലിയ വിവാദവുമായി രംഗത്തെത്തുന്നതും അത് ശോഭാ സുരേന്ദ്രൻ ആദ്യഘട്ടത്തിൽ നിഷേധിക്കുകയും പിന്നീട് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് താൻ പണം കൈപ്പറ്റിയിരുന്നു. പക്ഷേ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് പണം കൈപ്പറ്റിയിരുന്നെങ്കിലും ശോഭ ഭൂമി നൽകിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട പരാതിയായിരുന്നു നന്ദകുമാർ മുന്നോട്ട് വെച്ചത്. ഭൂമി നൽകിയിരുന്നുമില്ല, പണം കൈപ്പറ്റി പണവും തനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ആ നിലപാടിലായിരുന്നു നന്ദകുമാർ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ അവസരത്തിൽ അതായത് ശോഭാ സുരേന്ദ്രനെതിരെ വലിയ വിവാദങ്ങൾ കൊഴുക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപാണ് ശോഭാ സുരേന്ദ്രൻ ആ പണം തിരികെ നൽകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും 10 ലക്ഷം രൂപ ഹരിമേനോൻ എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിൽ നിന്നും അദ്ദേഹം ശോഭാ സുരേന്ദ്രൻ തിരിച്ചു നൽകി. ഭൂമി തരാമെന്ന് പറഞ്ഞിട്ടാണ് പണം വാങ്ങിയത്, പക്ഷേ ഭൂമി കിട്ടിയില്ല, പണമാണ് തിരിച്ചു നൽകിയതെന്നും ദല്ലാൽ നന്ദകുമാർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയുണ്ടായി. പണം കിട്ടിയ സ്ഥിതിക്ക് ഈ ശോഭാ സുരേന്ദ്രനെതിരെ ദല്ലാൽ നന്ദകുമാർ കേസ് നൽകിയിരുന്നു. അത് കേസ് പിൻവലിക്കാനുള്ള നീക്കത്തിലാണ് ദല്ലാൽ നന്ദകുമാർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും തെരഞ്ഞെടുപ്പ് ഫണ്ട് വന്നിട്ടുണ്ടാകാം, അല്ലാതെ എവിടെ നിന്നാണോ ഇത്രയധികം പണം ഇത്ര പെട്ടെന്ന് തിരിച്ചു തരാൻ കഴിയുക എന്നും ദല്ലാൽ നന്ദകുമാർ ചോദിക്കുന്നുണ്ട്. ടോം കുരുബസ്. യെസ്, അക്കാര്യങ്ങളൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഉടനടി 10 ലക്ഷം രൂപ എങ്ങനെ ശോഭാ സുരേന്ദ്രന് തിരികെ നൽകാൻ, അതായത് എല്ലാ നന്ദകുമാറിന് തിരികെ നൽകാൻ സാധിച്ചു? കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നടിക്കെതിരായ ലൈംഗിക കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി. ജാമ്യം നൽകിയത് ആരോഗ്യ കാരണങ്ങളാലെന്നും വിധിപ്പകർപ്പിൽ പറയുന്നു. 5 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. കൂടുതൽ കസ്റ്റഡി ആവശ്യമില്ലെന്നും കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി വീണ്ടും ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഈ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയെങ്കിലും ഈ കേസിൻ്റെ ഗൗരവം അതേപടി നിലനിൽക്കുന്നുണ്ട്. കോടതി വ്യക്തമായി തന്നെ പറയുന്നു ആരോഗ്യ കാരണങ്ങളാലാണ് രഞ്ജിത്തിന് ജാമ്യം നൽകിയത്. പ്രഥമ ദൃഷ്ട്യാ കൃത്യമായ തെളിവുകളുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ ഈ കേസിൽ നിന്നും അങ്ങനെ രക്ഷപ്പെടാൻ രഞ്ജിത്തിന് കഴിയില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ടോം, പ്രധാനമായിട്ടും കോടതിയുടെ നിരീക്ഷണം അതാണ്. പ്രഥമ ദൃഷ്ട്യാ രഞ്ജിത്തിനെതിരെ ഈ തെളിവ് നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതായത് ഈ ജാമ്യം നൽകുന്നത് ഇതിൻ്റെ ആരോപണത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അസസ്മെന്റ് നടത്തുകയല്ല. പ്രഥമ ദൃഷ്ട്യാ തെളിവുകൾ രഞ്ജിത്തിനെതിരാണ്, രഞ്ജിത്ത് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രഥമ ദൃഷ്ട്യാ കോടതിക്ക് ബോധ്യമാകുന്നത് എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിയത്. മാത്രമല്ല, ആരോഗ്യ കാരണങ്ങൾ കണക്കാക്കിയും 5 വർഷത്തിൽ താഴെ ലഭിക്കാവുന്ന ശിക്ഷയാണ് ഇതിനുള്ളത് കൊണ്ടും മാത്രമാണ് ജാമ്യം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പ്രധാനമായും സാക്ഷികളെ സ്വാധീനിക്കരുത് എന്ന് തന്നെയാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഈ മജിസ്ട്രേറ്റിന് മുൻപാകെ സാക്ഷികളെ രഞ്ജിത്ത് സ്വാധീനിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. പ്രധാനമായും രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നവരാണ്, അല്ലെങ്കിൽ ആ സെറ്റിലുള്ളവരാണ് സാക്ഷികൾ. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിനെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കോടതിയിൽ വ്യക്തമാക്കിയത്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് അടിവരയിട്ട് കോടതി പറയുന്നുണ്ട്, സാക്ഷികളെ സ്വാധീനിക്കരുത്, ഈ ഫോർട്ട് കൊച്ചിയിലെ ഈ ലൊക്കേഷനിലേക്ക് രഞ്ജിത്ത് പോകാനുള്ള സാഹചര്യം ഉണ്ടാകരുത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നിരുന്നാലും പ്രഥമ ദൃഷ്ട്യാ രഞ്ജിത്തിനെതിരെ തെളിവുകൾ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണം. ആരോപണങ്ങളുടെ വസ്തുതയിലേക്ക് തൽക്കാലം കടക്കുന്നില്ല. പ്രതിയുടെ ആരോഗ്യസ്ഥിതി, അതുപോലെ ചുമത്തിയ കുറ്റങ്ങളിൽ 5 വർഷത്തിൽ താഴെയാണ് ശിക്ഷ എന്നിവ പരമാവധി ശിക്ഷ 5 വർഷത്തിൽ താഴെ ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ടുകൂടി കണക്കിലെടുത്തിട്ടാണ് ജാമ്യം നൽകുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തനിക്ക് വോട്ട് ചെയ്യണമെന്നും തനിക്ക് ഒരു പൗരന്റെ മൗലികാവകാശമാണ്, അത് തനിക്ക് വിനിയോഗിക്കണമെന്നും
നൽകണമെന്നും ആവശ്യപ്പെട്ട് രഞ്ജിത്ത് ജാമ്യാപേക്ഷയിൽ കോടതിയിൽ അപേക്ഷ നൽകുകയുണ്ടായി. അതേസമയം ജയിലിലുള്ള ആളുകൾക്ക് വോട്ടവകാശം ഇല്ല, അല്ലെങ്കിൽ വോട്ടവകാശം നൽകാനാകില്ല എന്നുള്ള നിയമം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി രഞ്ജിത്തിൻ്റെ വോട്ടവകാശം കൂടി നിഷേധിക്കുന്ന സാഹചര്യത്തിൽ അത്തരമൊരു ആവശ്യം കൂടി ഉന്നയിച്ചിട്ടും രഞ്ജിത്തിന് ജാമ്യം നൽകാതിരിക്കാൻ കോടതി ശ്രദ്ധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സാക്ഷികളെ സ്വാധീനിക്കുന്നുവെന്ന് പറയുമ്പോൾ തന്നെ ഈ രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ച അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനിയുടെ മൊഴി വീണ്ടും എടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശാലിനിയുടെ മൊഴി, അതുപോലെ ജോബ് കുര്യൻ തുടങ്ങിയവരുടെ വ്യക്തമാണ്. ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. രഞ്ജിത്തിനെ ഇനി എന്തായാലും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന നിലപാടാണ് കോടതി ഉന്നയിച്ചത്, വ്യക്തമാക്കിയത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ ചോദ്യം ചെയ്യലുണ്ടാകും. രഞ്ജിത്തിന് ഈ ലൈംഗിക പീഡനം നടത്താൻ, യുവതിയെ പീഡിപ്പിക്കാൻ ആരെങ്കിലും ഒത്താശ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം രക്ഷപ്പെടാൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടികളുണ്ടായേക്കും. ക്ഷേത്രത്തിൽ മോഷ്ടിക്കാനെത്തിയ മോഷ്ടാവ് ഉറങ്ങിപ്പോയൊരു കഥയിലേക്കാണിനി. കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് പിടികൂടിയ മോഷ്ടാവിനെ പോലീസിൽ ഏൽപ്പിച്ചു. നിരവധി മോഷ്ടക്കേസിലെ പ്രതിയായ സെന്തിലിനെയാണ് പിടികൂടിയത്. നെയ്യാറ്റിൻകര കോവില്ലൂർ ഭഗവതി ക്ഷേത്രത്തിലാണ് സംഭവം. താക്കോലെടുത്ത് മെയിൻ ഗേറ്റ് തുറന്നപ്പോൾ ഗേറ്റ് തുറക്കുന്നില്ല. അവിടെ നിന്ന് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ആളിവിടെ ഇരുന്ന് ഉറങ്ങുന്നു. ഈ വാതിലൊക്കെ തുറന്നിരിക്കുന്നു. താക്കോല് അവനെല്ലാം കൂടി കാലിൽ ചവിട്ടി പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഈ താക്കോലെല്ലാം ഇതിനകത്ത് കയറി എടുത്തിട്ട് കാലിനകത്ത് വെച്ച് ചവിട്ടി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും പുള്ളി മെയിൻ ചെയ്ത് നമ്മുടെ ആളായിരിക്കുന്നത് വെച്ചു. ഒക്കെ ക്ഷീണം കൊണ്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെയാണ് നോക്കിയത്, അടിച്ചാക്കിയിട്ട് ഇരിക്കുന്നില്ല. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ആൾ നമ്മുടെ ആളല്ല. പിന്നെയാണ് പുള്ളി വിളിച്ചറിയിച്ചത് സെക്രട്ടറി, ഇതുപോലെ സംഭവം ഉണ്ടായി. പിന്നെ സെക്രട്ടറി എന്നോട്, ഞാൻ പ്രസിഡൻ്റാണ്. അപ്പോൾ ഇവിടെ വന്ന് നോക്കി, പിന്നെ ആൾക്കാരൊക്കെ വന്ന് നോക്കി. പുള്ളി സംസാര ശേഷിയുണ്ട്, പക്ഷേ ആകൃതിയാണ് കാണിക്കുന്നത്. കുറച്ച് തമിഴ് അഡ്രസ്സുകളൊക്കെ ഉണ്ട്. അതെടുത്ത് വിട്ടിട്ട് അവരെ വിളിച്ചപ്പോഴത്തേക്ക് അപ്പോൾ തന്നെ അടുത്തത് പഴയ മുമ്പറുണ്ടെന്ന് നോക്കി. അവൻ അഡ്വക്കേറ്റാണ്. നോക്കിയപ്പോൾ ആ നമ്പറിൽ വിളിച്ചപ്പോൾ അവർ ഇതിനെപ്പറ്റി അറിഞ്ഞില്ല, ഒന്നും അറിയില്ല, ആരാണെന്ന് അറിഞ്ഞില്ല. പിന്നെ നമ്മൾ പോലീസിനെ അറിയിച്ചു. അവർ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ സോപ്പ്, പശ, അത് ഇതെല്ലാം ഉണ്ട്. അപ്പം ഭക്ഷണക്കാരനാണെന്നുള്ള അവർക്കറിയാം, മനസ്സിലായി. നമുക്കറിയില്ല, അവർ നമ്മൾ വെച്ച് കുളിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി കളനാണ്. പിന്നെ അവരൊന്ന് കൊണ്ടുപോയി. അരുൺ മോഹൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, വളരെ കൗതുകമുള്ളൊരു കഥയാണ്. സാധാരണ മോഷ്ടിക്കാനെത്തുന്നവർ മോഷ്ടിച്ചുടൻ തന്നെ സ്ഥലം കാലിയാക്കും. ഇവിടെ പക്ഷേ കള്ളൻ ഉറങ്ങിപ്പോയി. എന്താണ് സംഭവിച്ചത്? തീർച്ചയായും ടോം, വളരെ കൗതുകകരമായ ഒരു സംഭവം തന്നെയാണ്. കാരണം നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നിരവധി മോഷണ പരമ്പരകളാണ് ഈ നെയ്യാറ്റിൻകര താലൂക്ക്, നെയ്യാറ്റിൻകര DSP പരിധിയിൽ ഉൾപ്പെടെ നിരവധി മോഷണ പരമ്പരകൾ നടക്കുകയും അതിന്റെ അന്വേഷണം പലയിടത്തും എത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് ഒരു കള്ളൻ മോഷ്ടിക്കാനെത്തുന്നു, ക്ഷേത്രത്തിൽ മോഷ്ടിക്കാനെത്തുന്നു. ഒപ്പം അവിടെ തിടപ്പള്ളിയിൽ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നു. നാട്ടുകാർ പിടികൂടി, ക്ഷേത്ര കമ്മിറ്റിയും ഭാരവാഹികളും നാട്ടുകാരും പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നു. വളരെ കൗതുകകരമായ ഒരു സംഭവം തന്നെയാണ് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം. ഇന്നലെ ആയിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. ഈ പറയുന്ന കുടപ്പനമൂടിന് സമീപത്തെ കോവില്ലൂർ കഴുകുവാൽവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെത്തിയ ഒരു മോഷ്ടാവാണ് ഇത്തരത്തിൽ കെണിയിൽപ്പെട്ടു ക്ഷേത്രത്തിൽ എത്തിയ ദണ്ഡിഗൽ സ്വദേശി സെന്തിൽ എന്ന് പറയുന്ന സെന്തിൽകുമാറാണ് ഈ പിടിയിലായെന്നാണ് നമുക്ക് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരിൽ നിന്ന് പറയുന്നതനുസരിച്ച് ഈ പറയുന്ന ക്ഷേത്രം വൈകുന്നേരങ്ങളിൽ മാത്രം തുറക്കുന്ന ഒരു ക്ഷേത്രമാണ്. എന്നാൽ ഇന്ന് അയ്യപ്പൻകെട്ടുള്ള ഒരു ദിവസമായിരുന്നു. അയ്യപ്പൻകെട്ടിന്റെ ഭാഗമായി രാവിലെ തന്നെ പൂജാരി എത്തുന്നു. പൂജാരി എത്തി ശ്രീകോവിൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രീകോവിൽ തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തോ കൊണ്ട് പൊളിക്കാൻ ശ്രമിച്ച ഒരു അനുഭവം പൂജാരിക്ക് ഉണ്ടാകുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തിടപ്പള്ളിക്കകത്ത് ഒരാൾ ഇരുന്ന് ഉറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. നോക്കിയപ്പോഴായിരുന്നു ഈ പറയുന്ന സെന്തിൽ അവിടെ ഇരുന്ന് ഉറങ്ങുന്നു. തുടർന്ന് പൂജാരി ക്ഷേത്ര ഭാരവാഹികളെ നാട്ടുകാരെയും വിവരം അറിയിക്കുന്നു. തുടർന്ന് പോലീസ് എത്തി ആയിരുന്നു ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നതും തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാളുടെ പരിശോധന ഇയാളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇയാൾ തമിഴ്നാട് കേരള അതിർത്തികളിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച മോഷണം നടത്തുന്ന ഒരു വ്യക്തിയാണെന്നാണ് പോലീസ് പറയുന്നത്. പ്രധാനമായും കാണിക്ക വഞ്ചികളാണ് ഇദ്ദേഹം ലക്ഷ്യമിടുന്നതെന്ന് പോലീസ് പറയുന്നു. അവസാനമായി പാലക്കാടാണ് ഇദ്ദേഹം മോഷണം നടത്തിയതെന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഇയാൾ വെള്ളട പോലീസ് സ്റ്റേഷനിലാണുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യുന്നു. എന്താണ് വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പരിശോധിക്കുകയാണ്. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന് കണ്ടെത്തിയതോടെ വിവാഹം സങ്കീർണമായ
നിയമക്കുരുക്കിലേക്ക് നീങ്ങുകയാണ്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേരളത്തിലെയും മധ്യപ്രദേശിലെയും DGPമാരുടെ ഏപ്രിൽ 22-ന് ഡൽഹിയിൽ ഹാജരാകാൻ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ 3 ദിവസത്തിലും കേസിലെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന് വിവരങ്ങൾ പുറത്തുവന്നതോടെ വിവാഹത്തിന് പിന്തുണ നൽകിയവരും നിയമക്കുരുക്കിൽപ്പെട്ടേക്കും. സാരംഗ് സുധാകരൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സാരംഗ്, പോക്സോ കേസാണ് ഭർത്താവ് ഫർമാൻ ഖാനെതിരെ എടുത്തിരിക്കുന്നത്. ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതോടൊപ്പം CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വിവാഹത്തിന് പിന്തുണയുമായി എത്തിയവരാണ്. അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ? അതോടൊപ്പം ഈ വിവാഹം നടത്തിക്കൊടുത്ത ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം ഉണ്ടാകുമോ? ടോമ, ഇതിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നമ്മൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ ക്ഷേത്രം ഭാരവാഹികളുടെ അടക്കം സ്റ്റേറ്റ്മെന്റ് അടക്കം പോലീസും ഒപ്പം ഈ ഷെഡ്യൂൾ കാസ്റ്റ് അവരുടെ ഉദ്യോഗസ്ഥരടക്കം വന്ന് എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരൊപ്പം തന്നെ ഈ ഒരു ഭർത്താവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിന് ശ്രമിക്കുന്നതിലും, പക്ഷെ അദ്ദേഹം കേരളത്തിലുണ്ട്, അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇതിൽ കൃത്യമായി, അതായത് ഈ ഒരു കല്യാണം നടന്ന് അടുത്ത ദിവസം തന്നെ പ്രായവുമായി ബന്ധപ്പെട്ട വലിയ വിവാദം നടന്നിരുന്നു. പക്ഷെ അപ്പോൾ തന്നെ വിവിധ രേഖകളുമായി ഈ കുംഭമേളയിലെ പെൺകുട്ടിയും ഒപ്പം ഭർത്താവും പത്രസമ്മേളനം അടക്കം നടത്തിയിരുന്നു. ആ സമയത്തും ആധാർ കാർഡ് അടക്കമുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവർ പ്രതികരിച്ചിരുന്നത്. പക്ഷെ അത് വ്യാജമാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു മധ്യപ്രദേശ് പോലീസിന്റെ അടക്കം ഭാഗത്തു നിന്നുള്ള നടപടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വ്യാജ സർട്ടിഫിക്കറ്റുകളായിരുന്നു ഹാജരാക്കിയത്. ഒപ്പം ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലടക്കം ഉദ്യോഗസ്ഥർ എത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, തമ്പാനൂരിൽ വെച്ച് പിതാവിന്റെ കൂടെ പോകാൻ നിർബന്ധിതരായപ്പോൾ അവിടെ നിന്നും സ്റ്റേഷനിലേക്ക് എത്തുകയും സ്റ്റേഷനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു പിതാവിനെ പറഞ്ഞു വിടുകയും പിന്നീട് ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്തുകയും ചെയ്യുന്നത്. ഈ വിവാഹത്തിൽ സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം പങ്കെടുത്തിരുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച കേസ് എന്ന് പറയുമ്പോൾ അത് സങ്കീർണമായ നിയമക്കുരുക്കിലേക്ക് ഈ നേതാക്കന്മാരടക്കം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ അതിൽ നിയമക്കുരുക്ക്, അതായത് ഇവർ വ്യാജമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് ഇവരെ എല്ലാവരെയും കബളിപ്പിച്ചതാണോ എന്ന തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും, അത് ഇവരിലേക്ക് മാത്രം ഒതുങ്ങാനും സാധ്യതയുണ്ട്. പക്ഷേ അറസ്റ്റിലേക്കും കാര്യങ്ങളിലേക്കൊന്നും പോലീസ് ഇപ്പോൾ കടന്നിട്ടില്ല. ഇതിന്റെ കൂടുതൽ രേഖകളും മറ്റും ശേഖരിക്കാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന നടപടി. ഒപ്പം തന്നെ മധ്യപ്രദേശ് DGPയും ഒപ്പം കേരള DGP സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണിത്. നിരവധി പേരെയാണ്, ആളുകളെയാണ് ഈ ചെറുപ്പക്കാർ കബളിപ്പിച്ചത്. മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ നേട്ടമാക്കാൻ ശ്രമിച്ചവർ, രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിച്ചവരുണ്ട്. അവരും ഒരുപക്ഷെ നിയമക്കുരുക്കപ്പെട്ടേക്കാം. മാത്രമല്ല, ഇവരുടെ വിവാഹത്തിൽ മറ്റേതെങ്കിലും ബാഹ്യശക്തികളുടെ ഇടപെടൽ, പുറമേ നിന്നുള്ള ആളുകളുടെ, വ്യക്തികളുടെ, സംഘടനകളുടെ ഇടപെടൽ ഉണ്ടോ എന്ന കാര്യവും അന്വേഷണ പരിധിയിലുണ്ട്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകും. നമസ്കാരം.